ഓക്കെ, എൻ്റെ പേര് രോഹിത് കൃഷ്ണൻ എന്നാണ്. ഇന്ന് ഇൻ്റർനാഷണൽ ആൻറ്റി കറപ്ഷൻ ഡേ ആണ്. ഞാൻ പൊളിറ്റിക്സായിട്ടൊന്നും കറപ്ഷനെ കുറിച്ചൊന്നും പറയുന്നില്ല. നമുക്കൊരു ചായയിൽ നിന്ന് തുടങ്ങാം. നമുക്ക് പണ്ട് തൊട്ടേ അറിയാം, ഒരു 10-20 കൊല്ലം മുമ്പ് തൊട്ടേ അറിയാം, നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ചായ 10 രൂപയ്ക്കാണ് നമ്മൾ മേടിക്കുന്നത്. ഇപ്പോഴും 10 രൂപയാണ്. എത്ര ട്രെയിൻ ഓടേണ്ടെന്ന് നമുക്കറിയാം ഇന്ത്യയിൽ. ശരിക്കും പറഞ്ഞാൽ ചായയ്ക്ക് 5 രൂപയേ ഉള്ളൂ. അതിൻ്റെ ബില്ലാണ് ഏറ്റവും ലാസ്റ്റ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, റെയിൽ മദത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലേക്കൂടെ നമ്മൾ നമ്മുടെ പരാതി അല്ലെങ്കിൽ നമ്മുടെ അക്നോളജ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓടുന്ന ട്രെയിനിൽ തന്നെ നമുക്ക് ബില്ല് കിട്ടും. ഇനിയിപ്പോൾ കൂടുതൽ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റീഫണ്ടും കിട്ടും. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോഴും ചായക്ക് 5 രൂപയാണ്. അതിൽ 4 rupees 75 പൈസയാണ് ശരിക്കും ചായയുടെ റേറ്റ്. ബാക്കിയുള്ള GST ആയിട്ട് പോകും. അങ്ങനെ 5 രൂപ. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ജനങ്ങൾക്ക് അറിയില്ല. ഇപ്പോഴും നമ്മൾ ഇപ്പോൾ പോയാലും, ഇപ്പോൾ ഞാനിപ്പോൾ വീണ്ടും പോയാലും എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് 10 രൂപയാണ്. പക്ഷേ റെയിൽ മദത് വഴി നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമുക്കതൊന്നെങ്കിൽ റീഫണ്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ബില്ല് കിട്ടും. അപ്പോൾ നമുക്ക് കറപ്ഷൻ നിർത്തണം. കറപ്ഷൻ നിർത്താൻ വേണ്ടി മീഡിയ വിചാരിച്ചു കഴിഞ്ഞാൽ വെറും ഒരു മാസം കൊണ്ട് നമുക്ക് കേരളം ഇന്ത്യയുടെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറ്റാൻ പറ്റും, ആൻറ്റി കറപ്ഷൻ ഇല്ലാത്തൊരു സംസ്ഥാനമായിട്ട്. അപ്പോൾ അതിനുള്ള പ്രിക്വേഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ എളംകുളം വില്ലേജോ അല്ലെങ്കിൽ ചെങ്ങമനാട് ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ വില്ലേജ് ഓഫീസിന് മുമ്പിൽ മീഡിയേറ്റേഴ്സ് നിൽപ്പുണ്ട്. അപ്പോൾ എന്തിനും ഡോക്യുമെൻറ്റേഷനായിട്ട് നമുക്കിപ്പോൾ എന്തിനും പോരായ്മ, അതായത് ഇപ്പോൾ അമ്മയുടെ മോള് തന്നെയാണ് ഇവരെന്ന് അറിയിക്കാൻ ഡോക്യുമെൻറ്റേഷൻ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓൺലൈൻ അപ്ലൈ ചെയ്യാനേ ഉള്ളൂ. നമ്മൾ ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി നമ്മളിപ്പോൾ ഈ ഡോക്യുമെൻറ്റേഷൻ കൊടുത്താലും വില്ലേജ് ഓഫീസായാലും താലൂക്കായാലും ഇത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇവരാരും അത് റെഫർ ചെയ്യില്ല. നമ്മളെന്ത് ചെയ്യും, ഇവർ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആവുന്നവർ കാത്തിരിക്കും. അവസാനം നമ്മൾ 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ വില്ലേജ് ഓഫീസിൽ പോകും. വീണ്ടും നമ്മൾ ഫിസിക്കലായിട്ട് ഡോക്യുമെൻറ്റേഷൻ കൊടുക്കേണ്ടി വരും, വീണ്ടും പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കറപ്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ പോയാൽ ഇപ്പോൾ ഈ സമയവും എല്ലാ വില്ലേജ് ഓഫീസിന് മുമ്പിൽ മീഡിയേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവർക്കൊന്നും ഗൈഡൻസ് കൊടുക്കാൻ, ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിന് ഗൈഡൻസ് കൊടുക്കാനേ ഉള്ളൂ. പക്ഷെ ഇവരൊന്നും ചെയ്യുന്നില്ല. ഗവൺമെൻറ് ഗൈഡൻസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ആവശ്യം ഇല്ലാണ്ടായി വരും സാധാരണക്കാർക്ക്. ഓരോ സാധാരണക്കാർക്കും ഇപ്പോൾ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി പ്രതികരിക്കുക എന്നുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്, ഓൾ ഇന്ത്യയിലുണ്ട്. പക്ഷെ ഇതൊന്നും പ്രൊമോട്ട് ചെയ്യുന്നില്ല ഗവൺമെൻറ് ആയാലും പൊളിറ്റിക്കൽ പാർട്ടീസ് ആയാലും. കാരണം വെച്ചാൽ എനിക്ക് ഇതിൻ്റെ ഉപയോഗം ഇല്ലാണ്ടായി പറഞ്ഞാണല്ലോ. അപ്പോൾ ഈ കൈക്കൂലി നിർത്താന്നുള്ള ഇതിലാണ് ഞാനിപ്പോൾ ഒരു പ്രസ് മീറ്റ്, ഞാനിപ്പോൾ 4ാമത്തെ പ്രസ് മീറ്റാണ്. എനിക്കൊരു ഏജൻസി ഉണ്ട്, NGO ഉണ്ട്, ആൻറ്റി ബ്രൈബ് ആൻഡ് ഡ്രഗ് ഏജൻസി ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്, അബ്ദ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു ഏജൻസി ഉണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണലി ഞാനിപ്പോൾ ഒരു 600 മേലുള്ള അലിഗേഷൻസ് അല്ലെങ്കിൽ ആൾക്കാരെ സഹായിക്കാറുണ്ട്, ഡ്രഗ്സ് പിടിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ ഒരു ഡ്രഗ്സ് ഒരു ടീമിനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു 4-5 ചെയിനിനെ കൂട്ടിയിട്ട് ഒരു 5 ലക്ഷം രൂപയ്ക്ക് വില പേശി ലാസ്റ്റ് 1 ലക്ഷം രൂപയ്ക്ക് ഒരാളെ വിടും. അങ്ങനെ 5 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ ആ ഒരു പ്രവണത കേരളത്തിലും ആയി വരുന്നുണ്ട്. കളമശ്ശേരി പോലീസ് ഇപ്പോൾ നമ്മുടെ ടീമിന് ഞാൻ പിടിച്ചു കൊടുത്തിട്ട് ഒരു 5 ഗ്രാം പിടിച്ചു കൊടുത്തിട്ട് അവർ പൈസ 15,000 രൂപ വാങ്ങിച്ചിട്ട് വിട്ട്. പണ്ട് ഇത് കേരളത്തിൽ ഉണ്ടായില്ല. പണ്ട് ഉണ്ടായിരുന്നു, ഒരു 2014 ഉണ്ട്, കവിതാപിള്ള എന്നൊരു ടീം ഉണ്ടായപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് വീണ്ടും സ്റ്റാർട്ടായി വരുന്നുണ്ട്, ഈ ബാംഗ്ലൂർ സ്റ്റൈൽ. ബാംഗ്ലൂർ മീൻസ് ഇപ്പോൾ ഡൽഹിയിലായാലും ഹൈദരാബാദിലായാലും നമ്മൾ ഡ്രഗ്സൊക്കെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആ ഒരു ഡ്രഗ്സ് നിർത്തണമെന്നുള്ള ആർക്കും ഒരു ഇതില്ല. അവർക്ക് എങ്ങനെ ഒരു ഗവൺമെൻറ് ഇപ്പോൾ പോലീസിനൊക്കെ പൈസ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൽ അവർ 4-5 ചെയിൻ, നേരത്തെ പറഞ്ഞവർ 4-5 ചെയിനെ കൂട്ടിയിട്ട് അവർ വിട്ടയക്കുകയാണ്. നമുക്ക് ഈ വിജിലൻസ് ആയിട്ടൊരു ആപ്പ് ഒന്നെങ്കിൽ മീഡിയയ്ക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട്, ആപ്പ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ബെഫ്കോ ക്രിയേറ്റ് ചെയ്ത പോലെ 1 ലക്ഷം 2 ലക്ഷം രൂപ ഒന്നും വേണ്ട, 10,000, 20,000 രൂപയ്ക്ക് നമുക്കൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യാം, യൂസർ ഫ്രണ്ട്ലി ആക്കാം. ജെന്യുവനായ അലിഗേഷൻസ് ഉണ്ടെങ്കിൽ അത് മീഡിയയിൽ പബ്ലിഷ് ചെയ്യാം, റെയിൽവേ സ്റ്റേഷനിൽ അനൗൺസ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ഈ കറപ്ഷൻ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു സ്റ്റഡി പറയുന്നത്. പിന്നെ ഈ അലിഗേഷൻസൊക്കെ ജെന്യുവൻ അലിഗേഷൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് റിവാർഡ് കൊടുക്കുക സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്. പിന്നെ ഞാനിപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട് ചെങ്ങമനാട്. ആ ചെങ്ങമനാടിലൊരു പ്രോപ്പർട്ടി വാങ്ങിച്ച സ്ഥലത്ത് അവിടെ ബിൽഡിംഗ് 2-3 നില ഒരു അപ്പാർട്ട്മെൻറ്റാണ് ഞാൻ മേടിച്ചത്. അവിടെ പെർമിറ്റ് ഇല്ല.
പെർമിറ്റ് ഇല്ലാതെയാണ് പെർമിറ്റ് നമ്പർ കൊടുത്തേക്കുന്നത് ചെങ്ങമനാട് പഞ്ചായത്ത്. ഇപ്പം ഞാനിപ്പോൾ പുതിയ ടാക്സ് അടയ്ക്കാൻ വേണ്ടി പോയപ്പോൾ എന്നോട് അത് റിവിഷൻ ചെയ്തിട്ട് വീണ്ടും അത് സബ്മിറ്റ് ചെയ്യാനാണ് പറയുന്നത്, ഡോക്യുമെൻറ്റേഷൻ വീടിൻ്റെ പ്ലാൻ, അല്ലെങ്കിൽ അത് പൊളിച്ച് കളയാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വീട് മേടിക്കണ മുമ്പ് ഓൾറെഡി അവരോട് ഇപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് കുഴപ്പമില്ല നമുക്ക് ചെയ്യാം. പക്ഷേ ഒരു പുതിയ ആളത് മേടിക്കുമ്പോൾ പൈസ ഉള്ള ആളാണെന്ന് അറിയുമ്പോൾ അവർ വീണ്ടും റിവിഷൻ ചെയ്യാൻ വേണ്ടി പറയണതാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു പ്രോപ്പർട്ടി തന്നെ അവർ ടാക്സ് ഇല്ലാതെയാണ് പെർമിറ്റ്. ഇപ്പോൾ ഓരോ വില്ലേജ് ഓഫീസർ ഓരോ പഞ്ചായത്തിലാണ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അവിടെ ടാക്സ് ഒന്നും അങ്ങനെ മേടിക്കുന്നില്ല. അവർ ഇപ്പോൾ എന്താ പറയുക, എക്സാമ്പിൾ ഇപ്പോൾ ഡീറ്റെയിൽ പ്ലാറ്റ്ഫോം വഴി ഞാനിപ്പോൾ ടാക്സ് അടയ്ക്കാൻ വേണ്ടി ചെങ്ങമനാട് വില്ലേജ് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 120 റുപ്പീസാണ് ടാക്സ്. ഈ 120 റുപ്പീസിൽ ഞാൻ എന്ത് ചെയ്തു, 150 ഓൺലൈൻ അക്കൗണ്ടൊക്കെ ഉണ്ട് ഓരോ വില്ലേജ് ഓഫീസിനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനും. പക്ഷേ ഇവരൊന്നും നമ്മളെ ഓൺലൈൻ വഴി ചെയ്യാൻ സമ്മതിക്കുന്നില്ല, എല്ലാം ക്യാഷ് വഴി കൊടുക്കണം. ഇപ്പോൾ ക്യാഷ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ ബാക്കി പൈസ ഉണ്ടല്ലോ, നമുക്കിപ്പോൾ 150 രൂപ കൊടുത്ത് 120 രൂപ ടാക്സ്, ഈ ബാക്കി പൈസയ്ക്ക് സ്റ്റാമ്പ് തന്നെയാണ്. അത് ഈ സ്റ്റാമ്പ് തരുന്നത് 2024 സ്റ്റാമ്പല്ല തരുന്നത്, 2021 20 സ്റ്റാമ്പാണ് തരുന്നത്. അപ്പോൾ കറപ്ഷനൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതുമാത്രമല്ല, ഈ പ്രൈവറ്റ് ഏജൻസീസ് ഗവൺമെൻറ് കറപ്ഷൻ പ്രൊമോട്ട് ചെയ്യണതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ഏജൻസീസും ഇതേപോലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിന് 3 എക്സാമ്പിൾസ് ഉണ്ട് അതിനുള്ള. നമ്മുടെ എളംകുളം വില്ലേജ് ഓഫീസിൽ അവിടെ ഒരു ആൻ്റണി എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്, നമ്മുടെ പുള്ളിയപ്പടി CBI റോട്ടിൽ. പുള്ളി എപ്പോഴും ഓർത്തിട്ടുണ്ടാവും, പുള്ളി ചേട്ടനും. ഓരോ ആൾക്കാർക്ക് ഡോക്യുമെൻറ്റേഷൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ഇവർ അത് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസർ മീഡിയേറ്റർ ഇരുന്നിട്ട് 7,000 രൂപ 14,000 രൂപയ്ക്കൊക്കെ ഇവർ ചെയ്തു കൊടുക്കുന്നതാണ്. ഒരു 6 മാസം താമസം വന്നാൽ വില്ലേജ് ഓഫീസർ മാറിപ്പോവും, ഈ ജനങ്ങൾക്ക് നടന്ന് കിട്ടേയില്ല, പക്ഷേ നമ്മുടെ പൈസയും പോയി. അപ്പോൾ ഈ കറപ്ഷൻ എങ്ങനെ നിർത്താമെന്നുള്ളതിലാണ് ഞാനിപ്പോൾ 4ാമത്തെ പ്രസ് മീറ്റാണ് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അസറ്റ് ഡീറ്റെയിൽസ് എല്ലാ വർഷവും എല്ലാ ഫിനാൻഷ്യൽ ഇയേഴ്സും നമ്മൾ ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്താൽ അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ബ്രൈബ് കാര്യങ്ങൾ. ഒരു ആപ്പ് ഡയറക്റ്റ് നമുക്ക് വിജിലൻസായിട്ട് ഡയറക്റ്റ് നമുക്ക് ഒരു ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് അപ്പോൾ തന്നെ സ്പോട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും നമ്മുടെ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ കറപ്ഷൻ നമുക്ക് 1 മാസം കൊണ്ട് നിർത്താൻ പറ്റും. അങ്ങനെ പല ഐഡിയാസും ഇപ്പോൾ അതിൽ ഞാനൊരു 7-10 പ്രിക്വേഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രിക്വേഷൻസൊക്കെ നമ്മൾ മീഡിയാസ് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറപ്ഷൻ എന്തായാലും നിർത്താൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു എല്ലാം ഗവൺമെൻറ് ഓഫീസിലും ക്യാമറ സർവൈലൻസ്, അതിപ്പോൾ വിജിലൻസിന് സമയമില്ലെങ്കിൽ IT ഫേമിന് കൊടുക്കുക. അപ്പോൾ അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവർ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കറപ്ഷൻ എങ്ങനെ നിർത്താം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കതിന് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുക. എൻ്റെ വീട് ഞാൻ താമസിക്കുന്ന ബാംഗ്ലൂരാണ്. ഞാൻ റിസോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ദേശത്ത് ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങാം കലൂരാണ്. ആ, എല്ലാം നോക്കിയിട്ടാണ് വാങ്ങിച്ചത്. ഇതിൽ ഫ്രോഡ് നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. നമ്മൾ പ്രോപ്പർട്ടി വാങ്ങണതിൻ്റെ രജിസ്ട്രേഷന് മുമ്പ് ചെങ്ങനാട് പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും അത് ചെയ്ത് വിടുന്ന നമുക്കൊരിക്കലും പെട്ടെന്നൊരിക്കലും ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ അഡ്വാൻസ് കൊടുത്ത് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അറിയണത് ഇങ്ങനെ ടാക്സ് ഇതിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ബിൽഡിങ്ങിനകത്ത് തന്നെ 3 നമ്പറുണ്ട്, പെർമിറ്റ് നമ്പറുണ്ട്, എല്ലാം ഡോക്യുമെൻ്റ് അതൊക്കെ പ്രോപ്പറാണ്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ചെയ്യാൻ വേണ്ടി ഒരു പെർമിറ്റ് നമ്പറേ ഉണ്ടാവുള്ളൂ, ഫസ്റ്റ് ഫ്ലോർ ചെയ്യാൻ ഒരു പെർമിറ്റ് നമ്പർ. നമ്മൾ പിന്നെ അറിയണത് ഗ്രൗണ്ട് ഫ്ലോർ തന്നെ 3 പെർമിറ്റ് നമ്പർ ഉണ്ടെന്നാണ്. അപ്പോൾ ഇതൊക്കെ പഞ്ചായത്ത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ അതുമാത്രമല്ല, ഞാനിപ്പോൾ കാലടി ആലുവ റൂട്ടിൽ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഒരു ആപ്പ് ഉണ്ട്, നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ആപ്പ് ഉണ്ട്, പഞ്ചായത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ വേണ്ടി ഫിനാൻഷ്യൽ എന്തൊക്കെ ചെയ്തെന്ന്. അപ്പോൾ അതിൽ നോക്കിയപ്പോഴേക്കും അവർ റോഡിൻ്റെ വൈറ്റ് ലൈനൊക്കെ ഉണ്ടല്ലോ, വൈറ്റ് ലൈൻ, പിന്നെ റോഡ് ബീഡ്, പിന്നെ റെഡ് ഇതുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്തു എന്നാണ് ആപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്. ഞാൻ അങ്ങനെ പരാതി കൊടുത്തവർ ഇപ്പോൾ 2-3 ആഴ്ച മുമ്പ് ഇപ്പോൾ എല്ലാം ഫുൾ വെള്ളവരയും വരച്ച് സൈൻ ബോർഡൊക്കെ വെച്ച്
അപ്പോൾ ഇത് ആരും നോക്കില്ല, ആരും നോക്കില്ല എന്നുള്ള ഇതിലാണ് അവർ ഇത്രയും ഈ കറപ്ഷൻ ചെയ്യുന്നത്. പിന്നെ ഗവൺമെൻറ് എല്ലാ വർഷവും ഒരു 6 മാസം കൂടുമ്പോൾ പബ്ലിക്കിനൊരു അവയർനെസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിനെ കുറിച്ചൊരു അവയർനെസ് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് മീഡിയ വരെ ഇത് നിർത്താൻ പറ്റുള്ളൂ കറപ്ഷൻ. ഒരു 2 മാസം കൊണ്ട് സുഖമായി കറപ്ഷൻ നിർത്താനേ ഉള്ളൂ കേരളത്തിൽ. പിന്നെ ഒരു 5ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ എല്ലാ സബ്ജക്റ്റും സയൻസ്, മാത്സ് പോലെ തന്നെ ലീഗൽ സ്റ്റഡീസ് ഒരു സബ്ജക്റ്റായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ് ഇനിയുള്ള ആൾക്കാർ ചെയ്യാതിരിക്കാൻ വേണ്ടി ലീഗൽ സ്റ്റഡീസ് ഒരു സബ്ജക്റ്റായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അവിടെ എല്ലായിടത്തും ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇവരൊന്നും നമ്മളെ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാൻ സമ്മതിക്കില്ല. പേയ്മെൻറ്റ്, ടാക്സ് ആണെങ്കിലും എന്താണെങ്കിലും പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കില്ല. ഒരു ക്യാഷ് തന്നെ വേണം, അതാണ് സർവർ ഡൗൺ ആണ്, ഇതാണ്. സർവർ ഡൗൺ കൂടി വന്നൊരു 5-10 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വൈഫൈ എല്ലായിടത്തും ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ ഇവർ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫോട്ടോസ്റ്റാറ്റ്, കലൂര് ഫോട്ടോസ്റ്റാറ്റ് അവിടെ പോയി കഴിഞ്ഞാൽ കളർ പ്രിൻറ്റിനും ബ്ലാക്ക് ആൻഡ് വൈറ്റിനും 50 പൈസയേ ഉള്ളൂ. പക്ഷേ വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കളറിന് 15 രൂപ, ഫോട്ടോ മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റിന് 10 രൂപ. ഇതൊരു പണ്ടത്തെ ഒരു കോൺസെപ്റ്റാണ്. അവർ വീണ്ടും അത് ഗവൺമെൻറ് കറപ്ഷൻ ഒന്നും ചെയ്യുന്നില്ലാത്തതുകൊണ്ട് പ്രൈവറ്റ് ടീംസ് ഇതാക്കിയിട്ട് വീണ്ടും പറ്റിക്കുകയാണ് ജനങ്ങളെ, വീണ്ടും നമ്മളെ പറ്റിക്കുകയാണ്. വീണ്ടും റെക്കോർഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഇല്ല നമ്മുടെ നാട്ടിൽ, ഈ കൈക്കൂലി കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴേ അവർ പോലീസ് സ്റ്റേഷനിൽ പോവുള്ളൂ. പക്ഷേ ഒരു ആപ്ലിക്കേഷൻ, ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അവർക്കത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. 5 രൂപയാണ്. പക്ഷേ ഇത് കോമൺ ആയിട്ട് ടീ ബാഗ് ഉള്ളതും ഇതൊന്നും ആരും നോക്കുന്നില്ല മറ്റ്. അപ്പോൾ ഈ റെയിൽമാ എന്നുള്ള ആപ്ലിക്കേഷൻ ഇത് അപ്ഡേറ്റ് ആവുന്നില്ല, ഇത് അറിയിക്കുന്നില്ല ജനങ്ങളെ. ആപ്ലിക്കേഷനും വെബ്സൈറ്റൊക്കെ ഉണ്ട്, പക്ഷേ ഇത് അറിയിച്ചാലേ ജനങ്ങളെ അവെയർ ചെയ്താലേ ജനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാവരും സ്മാർട്ട് ഫോണും മറ്റേതൊക്കെ ഉണ്ട്. വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ഇവിടെ വാറ്റ്, GST ഒക്കെ ഉണ്ട്. വാറ്റ് എന്നുള്ള സംഭവമുണ്ട്. ഇപ്പോഴും ആൽക്കഹോൾ, പെട്രോളിയം ഇതിന് വാറ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ വാറ്റ് ചാർജ് ചെയ്യുന്നില്ല. ഡൽഹിയിലും ബോംബെയിലൊക്കെ വാറ്റ് ചാർജ് ഉണ്ട് GSTൻ്റെ മേളിൽ. ഞാൻ ഇന്നലെ ഒരു ബോട്ടിൽ വാങ്ങിച്ചു ചാലക്കുടി പോട്ടയിൽ നിന്ന്. അവിടെ നിന്ന് 400 രൂപ താഴെയുള്ള ആൽക്കഹോളിന് 241 രൂപയാണ് ടാക്സ് പെർസെൻറ്റേജ് വരുന്നത്. പക്ഷേ 88 രൂപയുള്ള ഇതിന് 251 രൂപ ടാക്സായിട്ട് എൻ്റെ ബില്ലുണ്ട്, ടാക്സായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് 330 രൂപ. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ വലിയ കറപ്ഷനായിട്ട് മാറുന്നത്. ഇത് മീഡിയാസ് തന്നെ പ്രൊമോട്ട് ചെയ്ത് ഇത് അവയർനെസ് കൊടുത്താലേ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്.